എഴുത്തിരുത്തി സെയിന്റ് ആൻസ് വിദ്യാലയത്തിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. ഡിവൈഎസ്പി VK രാജു ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഓരോരുത്തമ്പലം സ്കൂളിലെ അയ്യങ്കാളി പഞ്ചമി എന്ന മിടിക്കുകയും കൊണ്ട് സ്കൂളിൽ ചെന്നപ്പോൾ ഒരു ദളിതന്റെ മകളെ പഠിപ്പിക്കാൻ പറ്റിയ സ്കൂളല്ല ഇതെന്ന് പറഞ്ഞ് അവിടുന്ന് അടിച്ചോടിക്കുകയും അവർ കാലുവെച്ച സ്കൂളിൽ ഇനിയൊരു അധ്യയനം നടക്കില്ല എന്ന് കരുതി മാനേജ്മെന്റ് ആ സ്കൂൾ കത്തിച്ച് കളഞ്ഞൊരു നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിലാണ് നമ്മൾ ഇന്ന് അഭിമാനത്തോടു കൂടി പഠിക്കുന്നത്. 119 വർഷം ഇവിടെയും ഒരുപാട് പഴയകാലത്തെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെയും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സ്കൂളായിരിക്കും, യാതൊരു സംശയവുമില്ല. അന്നൊരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളായിരുന്നു. പള്ളിക്കുടങ്ങൾ അവർക്ക് വേണ്ടി സ്ഥാപിച്ചതാണ്, വേദപാഠശാലകൾ അവർക്ക് വേണ്ടി സ്ഥാപിച്ചതായിരുന്നു. എങ്കിൽ ഇന്ന് ജാതിഭേദ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ആർക്കും കലാലയത്തിലേക്ക് കടന്നു വരാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരമുള്ളൊരു നാടായി നമ്മുടെ നാട് മാറിയെങ്കിൽ നമ്മളെല്ലാം അഭിമാനത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ നിങ്ങളുടെ കലാലയത്തിന് പേരുദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാം. ചുറ്റുപാടും കേൾക്കുന്നതും ഞങ്ങൾ കാണുന്നതും ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതും എല്ലാം അതാണ്. ഞങ്ങൾ ഓരോ ദിവസവും എടുത്തു കൂട്ടുന്ന പോക്സോ കേസുകളുടെ എണ്ണം അത്രയ്ക്കുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും 18 വയസ്സിൽ താഴെയുള്ളവരുടെ പരാതി പ്രകാരം ഞങ്ങൾ എടുത്തു കൂട്ടുന്ന പോക്സോ കേസുകൾ നിരവധിയാണ്. അതിൻ്റെ വിക്ടിം മിക്കവാറും സ്കൂളിൽ പഠിക്കുന്ന 16 വയസ്സിന് താഴെയുള്ള കൊച്ചു കുട്ടികളാണ്. ഒന്നും അറിയാത്ത പ്രായത്തിൽ അവര് ചില ടോക്സിക് റിലേഷനിൽ പെട്ടുപോയി ജീവിതം പാതി വഴിയിൽ എരിഞ്ഞടങ്ങി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കലാലയം നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പണ്ട് 119 വർഷങ്ങൾക്ക് മുമ്പ് കലാലയത്തിൽ അഭ്യസിക്കാൻ അവസരം ലഭിക്കാതിരുന്ന ഒരു സമൂഹം 1 വർഷം 1.5 വർഷക്കാലം കാർഷിക സമരം നടത്തി കലാലയത്തിൽ പഠിക്കാൻ അവസരം നേടിയെങ്കിൽ ഇന്ന് കലാലയത്തിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ അവർ ചില റിലേഷനിൽപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു. CMC ഉദയ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ധന്യ CMC അധ്യക്ഷത വഹിച്ചു. എഴുത്തിരുത്തി കർമ്മരനാഥ ഫൊറോന പള്ളി വികാരി ഡോക്ടർ പോളി പടയാട്ടി യാത്രയയപ്പ് സന്ദേശം നൽകി. ഫാദർ ജോൺ ഫ്രാൻസിസ് എളങ്കുന്നപ്പുഴ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹൈസ്കൂൾ PTA പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് സ്നേഹോപഹാരം നൽകി. UP വിഭാഗം PTA പ്രസിഡന്റ് സിജോ ആലപ്പാട്ട് എൻഡോമെന്റ് വിതരണം ചെയ്തു. അധ്യാപക പ്രതിനിധി ലയ ജോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വാർഡ് മെമ്പർ MS നിഖിൽ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ലിസ് ജോ, സെയിന്റ് ആൻസ് UP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ CM റെമി, അധ്യാപക പ്രതിനിധി ഹെറിൻ പൗലോസ്, വിദ്യാർത്ഥി പ്രതിനിധി ജൂലിയോ ജോജോ, VS നേഹ നസ്രീൻ എന്നിവർ സംസാരിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ സമ്മാനങ്ങൾ CMC ഉദയ പ്രൊവിൻസ് വിദ്യാഭ്യാസ കൗൺസിലർ സിസ്റ്റർ മരിയറ്റ് വിതരണം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് വിഭാഗം അധ്യാപിക സിസ്റ്റർ സൂസി, ഹൈസ്കൂൾ രസതന്ത്രം അധ്യാപിക എലിസബത്ത് ഫ്രാൻസിസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം.
10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ, ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്, പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.